എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തണുത്ത പ്രഭാതമാണ് ഇന്ന്. നമ്മുടെ ചിപ്രുവാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തണുപ്പൊക്കെ അല്ലേ, നമുക്കൊരു ചായ കുടിക്കാം. എനിക്ക് മാത്രം മതി കേട്ടോ, ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ 2 ഏലക്കയൊക്കെ ഇട്ട് നമുക്കൊരു അടിപൊളി ചായ ഇടാം, പഞ്ചസാര വേണ്ട. അപ്പോൾ ഇന്ന് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് 2 ഗസ്റ്റുണ്ട്. ചുമ്മാതാട്ടോ, ഗസ്റ്റൊന്നുമല്ല, നമ്മുടെ വീട്ടുകാർ തന്നെയാണ്. എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡും അദ്ദേഹത്തിൻ്റെ അമ്മയാണ് കേട്ടോ വരുന്നത്. അത് ഒരു നിത്യസന്ദർശകരാണ് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരൊന്നുമല്ല, സ്ഥിരമായിട്ട് വരുന്നവരൊക്കെയാണ്. അപ്പോൾ അതാ ചായയൊക്കെ തിളച്ചിട്ടുണ്ട്. ഈ ചായയൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചൊന്ന് വയലിലോട്ട് ഇറങ്ങാമെന്ന്. പക്ഷേ മഴയായത് കാരണം വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ മറ്റേ അമ്പലത്തിലായിട്ടാണ് വന്നത്. അപ്പം ഞാൻ അമ്പലത്തിൽ തൊഴുതിറങ്ങി അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വിളക്ക് ഒന്നുകൂടെ എടുത്തതേ. അപ്പം നല്ല തിരക്കില്ലായിരുന്നു അന്നേരം. അപ്പം ഞാൻ വിചാരിച്ച തിരക്കൊന്നും ഇല്ലാതെ ഒന്നും കൂടി എടുക്കാമെന്ന്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിനിയും വേറെ 1-2 സ്ഥലത്ത് കയറാനുണ്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എനിക്ക് വേറെ 1-2 സ്ഥലത്തൊക്കെ കയറണം കേട്ടോ. അപ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ വാങ്ങാനുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വീടെത്തി കേട്ടോ. ഇത് ശനിയാഴ്ചത്തെ കാഴ്ചയാണ് കേട്ടോ. അത് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ്. ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറിയൊക്കെ വയ്ക്കാം, പക്ഷേ തക്കാളിക്ക മുരിങ്ങയ്ക്ക ഒന്നും ഇടുന്നില്ല കേട്ടോ. എനിക്കതൊന്നും ഇടുന്നത് അത്ര ഇഷ്ടമല്ല. ഇന്നിപ്പോൾ ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫുള്ള് കറിയാക്കി. കറിയൊന്നും ഒരുപാടുണ്ട് കേട്ടോ. വെസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ നാളത്തെ കൂടെ കണക്കാക്കി കറിയാക്കിയത്. കപ്പ് വാങ്ങിയായിരുന്നേ. അപ്പം നമുക്കിത് കുഴച്ചെടുക്കാവേ. വെള്ളം നല്ലോണമൊന്നും തിളച്ചിട്ടില്ല, പക്ഷേ ഞാൻ കുറച്ച് ധൃതി ഉള്ളതുകൊണ്ട് കപ്പ കഴുകി ഇട്ട് കൊടുത്തു. അപ്പോൾ മീൻകറി വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു. ചോറ്, കപ്പ, മീൻ കറി, പിന്നെ ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. മീൻകറി കോരാനെടുത്ത സ്പൂൺ ചെറുതായി പോയിട്ട് എന്നെ അപ്പുറത്ത് വന്നവരൊക്കെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു. കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരിടത്തോട്ട് പോവാണ് കേട്ടോ. ഞാനും മോനും എൻ്റെ സഹോദരിയുടെ ഹസ്ബൻഡും കൂടെയാണ് കേട്ടോ വന്നത്. ഞങ്ങൾ 3 പേരും കൂടെ നിയമസഭയിലെ പുസ്തകോത്സവം നടക്കുന്നില്ലേ, അത് കാണാൻ വന്ന കേട്ടോ. ആയിരത്തി 1957 നിലവിൽ വന്ന ആദ്യത്തെ കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്നു കേട്ടോ ശങ്കരനാരായണൻ തമ്പി. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ കണ്ടത്. അപ്പോൾ അസംബ്ലി ഹാളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അവിടെ
അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു തരാൻ അകത്ത് സ്റ്റാഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അദ്ദേഹം വ്യക്തമായിട്ടൊക്കെ പറഞ്ഞു തന്നു. സിനിമയിലും ടി വിയിലൊക്കെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ഹാള് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ വരാത്തവരൊക്കെ ഉണ്ട്, ഓടി ഓടി വന്നോളൂ. അപ്പോൾ ഇതാണ് കേട്ടോ പുസ്തകങ്ങളൊക്കെയുള്ള ആ ഒരു ഏരിയ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി പോകുന്നത് വേറൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ തെയ്യം നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ധൃതിയിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ഓടിയൊക്കെ പോകുന്നുണ്ട്. അവിടെ തെയ്യം നടക്കുന്നുണ്ട് കേട്ടോ, അത് കാണാനാണ് പോകുന്നത്. തുടങ്ങിയെന്നറിയില്ല, 7 മണിയെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കും അത് കാണാൻ പോവാം. നിറയെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ തെയ്യം തുടങ്ങുന്നു. ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചമയങ്ങളും ഒക്കെയുള്ള ഒരു സങ്കല്പമാണ് തെയ്യം. ചെണ്ടയും ഇലത്താളവും ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ അവിടെ പാട്ട് പാടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് ആ പാട്ടിന് നമ്മൾ തോറ്റം പാട്ടെന്നാണ് പറയുന്നതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ എല്ലാവർക്കും. അപ്പോൾ തെയ്യത്തിൻ്റെ നൃത്തത്തിന് നമ്മൾ തെയ്യാട്ടം എന്ന് പറയും. തെയ്യത്തിൻ്റെ ആ വേഷത്തിന് തെയ്യക്കോലം എന്നാണ് പറയുക. നമുക്കൊക്കെ അറിയാം, എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂരിലെ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. തെയ്യത്തിൻ്റെയും തിറയുടെയും നാട് കണ്ണൂർ. തെയ്യം എന്ന വാക്കിനർത്ഥം ദൈവം, അതായത് മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു ചേർന്നിരിപ്പ് പോലെ. അത് തെയ്യം എന്ന കലയിൽ വളരെ പ്രത്യക്ഷമാണ്. അതായത് ഈശ്വര സാന്നിധ്യം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ കൺമുന്നിൽ തന്നെ കാണാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തലയിൽ വയ്ക്കുന്നത് മുടിയെന്നാണ് പറയുന്നത്. തുലാമാസത്തിലാണ്, അത് തുലാം 10 ഉദയം മുതലാണ് വടക്കൻ കേരളത്തിൽ തെയ്യം ആടിത്തുടങ്ങുക എന്നാണ് പറയുന്നത്. അപ്പോൾ തെയ്യം ആരംഭിക്കുന്നത് ഇതിനെ നമ്മൾ കളിയാട്ടം എന്നാണ് ഇതിന് പറയുക. പ്രത്യേക രീതിയിലുള്ള ആടയും ആഭരണങ്ങളുമൊക്കെ ഉണ്ട്. ഈശ്വരവിശ്വാസവും ആരാധനയും ദൈവാരാധനയും ഒക്കെ കേരളത്തിലെ ഇത്തരം കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതായത്
തെയ്യത്തോട് തന്നെ സാദൃശ്യമുള്ള അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മുടിയേറ്റ്, പടയണി തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ. ചുവപ്പാണ് തെയ്യത്തിന് മുന്നിട്ട് നിൽക്കുന്ന ഒരു നിറം അല്ലേ? കേരളത്തിലെ കാവുകളുമായി, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ കാവുകളുമായി നല്ലോണം ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലാരൂപം. നമ്മൾ പല പേരുകൾ കേട്ടിട്ടുണ്ടല്ലേ തെയ്യത്തിന്. കതിവനൂർ വീരൻ, മുച്ചിലോട്ട് ഭഗവതി, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇതിന് പുറമെ ഒരുപാട് ഉണ്ട്. അതൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. എന്തായാലും ഇതൊരു നല്ല ഒരു ദൃശ്യാനുഭവം. ഒരുപാട് പേരുണ്ട് ഇത് കാണാൻ. നമ്മൾ തെയ്യം എന്ന് കേട്ടിട്ടൊക്കെ ഇല്ലേ, ഞാനൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ടുള്ളവർ ഒരുപാട് പേര് കാണും. തെയ്യമാടുന്ന മിക്ക കാവുകളും ഭഗവതി കാവുകളാണ് എന്നാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല സത്യമാണോ എന്ന്. കണ്ണൂരുകാർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാമായിരിക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. വിവിധ ഇനം നിറങ്ങളൊക്കെ ഉള്ള അനേകം പദാർത്ഥങ്ങളൊക്കെ ചാലിച്ച് തെയ്യങ്ങളെ അണിയിച്ചൊരുക്കും. മുറുകി വരുന്ന മേളത്തോടു കൂടി ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, കാണാത്തവരൊക്കെ സാധിക്കുന്നവരൊക്കെ ഒന്ന് വന്ന് കണ്ടോളൂ കേട്ടോ. നമുക്ക് കണ്ണൂർ പോയി കാണുക എന്നുള്ളത് അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ജനുവരി 8 മുതൽ 12 വരെയാണ് കേട്ടോ ഇതുള്ളത്. പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഇത് സംഘടിപ്പിച്ചത് വലിയൊരു കാര്യം തന്നെയാണല്ലേ. വർണ്ണവിസ്മയങ്ങളുടെ നല്ലൊരു കാഴ്ച. ഇത് തീരുന്നവരെയും ആളുകളൊക്കെ ക്ഷമയോടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൽ തോറ്റമ്പാട്ടിൽ കഥകളോ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അർത്ഥം അറിയില്ലല്ലോ, നമുക്ക് അറിയില്ലല്ലോ എന്താണ് അവർ പാടുന്നതെന്ന്. പക്ഷേ ഇത് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ഫോറിനേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കറിയാമായിരിക്കും, കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കും. അവരത് ക്യൂരിയസ് ആയിട്ടത് അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കറിയാമായിരിക്കും അതിൻ്റെ കഥയും തീമും ഒക്കെ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് കണ്ടവർ ഒരുപാട് കാണും. കാണാത്തവരൊക്കെ വന്ന് കണ്ടോളൂ. 12 വരെ ഉള്ളൂ കേട്ടോ. ജനുവരി 12 വരെ എന്നാണ് പറഞ്ഞത്. വേഷം കെട്ടിക്കഴിഞ്ഞാൽ ഈശ്വരനെന്ന് അല്ലെങ്കിൽ ദേവതയെന്ന് സ്വയം വിശ്വസിച്ച് ഉറഞ്ഞുതുള്ളുന്ന തെയ്യം. ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണ് കേട്ടോ കിടക്കുന്നത്. തെയ്യം കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹം, ദക്ഷിണ കൊടുക്കുമ്പോൾ അനുഗ്രഹം നൽകുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ് കേട്ടോ. അപ്പോൾ അരിയും മഞ്ഞളും പൊടിച്ച പ്രസാദമാണ് കേട്ടോ തരിക. നമ്മളുടെ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാൻ തക്കതായ
ശക്തിയുള്ള പ്രസാദമാണെന്നാട്ടോ പറയുക. പരിപാവനമായ വലുതും ചെറുതുമായ വിവിധ ചടങ്ങിലൂടെ തെയ്യം സമാപിച്ചു. അപ്പോൾ ഇനി ഇത് മുടിയെടുക്കൽ എന്ന് പറയുന്ന ചടങ്ങാണ് കേട്ടോ. തലയിൽ വച്ചിരുന്ന ആ മുടിയില്ലേ അതെടുത്ത് മാറ്റുക. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോയി വലുതും ചെറുതുമായ ഒരുപാട് ചടങ്ങുകളിലൂടെ തെയ്യം സമാപിച്ചിരിക്കുന്നു. അങ്ങനെ തെയ്യം വിടവാങ്ങി. ഞങ്ങൾ പുറത്തോട്ട് പോവാണ് കേട്ടോ. അത് ഫുഡ് കോർട്ടാണേ. അപ്പോൾ ഇത് നിയമസഭാ മന്ദിരത്തിൻ്റെ മുൻവശമാണ് കേട്ടോ. ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻട്രൻസ് ആണ്. വന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ എന്ന് ചിന്തിപ്പിക്കുന്നൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.